നാളുകളായിട്ട് മനസ്സിൽ എഴുതാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം. ഭഗവാൻ എന്നാണത് നടത്തി തരാമെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരുപാട് എഴുതാൻ ആഗ്രഹിച്ച ഒരു രചനയാണ്. അപ്പോൾ നമ്മുടെ ലാസ്യധ്വനിയിലെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. ഓരോ വർഷവും ഭഗവാൻ നമ്മളെ കൊണ്ട് ഓരോ കൃതികൾ എഴുതിക്കുന്നു. നമ്മൾ സ്വന്തമായി എഴുതുന്നു. നമ്മുടെ ലാസ്യധ്വനിയുടേത് മാത്രമായിട്ടുള്ള പാട്ടുകൾ, നമ്മുടെ സ്വന്തമായ സ്റ്റെപ്പുകൾ, ആ പാട്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിൻ്റേതായ കൃത്യമായിട്ടുള്ള കലാകാരന്മാരെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രത്യേകത. അപ്പം ഇത്തവണ നമ്മൾ ആണ്ടാളമ്മയെ കുറിച്ചിട്ടാണ് എഴുതിയത്. വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിലെ 12 ആഴ്വാന്മാരാണ് വളരെ പ്രസിദ്ധരായിട്ടുള്ളത്. അവരൊക്കെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കൂട്ടത്തിലെ വളരെ പ്രസിദ്ധയായിട്ടുള്ള ഏക സ്ത്രീ രത്നമാണ് ആണ്ടാളമ്മ. അപ്പൊ ആണ്ടാളമ്മയെ നമ്മളെക്കാൾ കൂടുതലായിട്ട് പരിചിതരായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആണ്ടാളമ്മയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രസിദ്ധമാണ്, കൃതിയാണ് തിരുപ്പാവൈ. അതിൽ വ്യത്യസ്ത പാസുരങ്ങളായിട്ടാണ് അമ്മ എഴുതിയിട്ടുള്ളത്. നമ്മുടെ പദ്യങ്ങൾ എന്ന് പറയുന്നതിനാണ് ഈ പാസുരങ്ങൾ എന്നവിടെ പറയുന്നത്. അതിമനോഹരമായ രചനയാണ്. അതിൽ എങ്ങനെയാണ് ഭഗവാനെ പാവൈവ്രതം നോറ്റ് നമ്മൾ പൂജിക്കേണ്ടത് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള രംഗമാണുള്ളത്. അതിൽ സ്ത്രീകൾ എങ്ങനെ ഭഗവാനെ പൂജിക്കണം എന്ന് ഭക്തി സാന്ദ്രമായിട്ട് അമ്മ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ തിരുപ്പാവൈ എന്നുള്ള കൃതി നമ്മളൊക്കെ വായിച്ചു നോക്കേണ്ട കാര്യമാണ്. വായിച്ച് നമുക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന, ഭക്തരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും മനസ്സിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവനവൻ്റെ പതിയാണ്. അപ്പോൾ പതിയായി ഭഗവാനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് അമ്മ അതിൽ പറയുന്നത്. അതിലൊരു ചെറിയ ഭാഗമാണ് നമ്മൾ എടുത്തിട്ട് നമ്മുടെ തിരുപ്പാവൈ എന്ന് പറയുന്ന ക്ലാസിക്കൽ തിരുവാതിരക്കളി രചിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പറ്റില്ല. ഭഗവാൻ നമ്മളെ കൊണ്ട് എഴുതിച്ചിട്ടുള്ളത്. ശ്രീവില്ലിപുത്തൂരില് വടപത്രശായി ആയിട്ടാണ് ഭഗവാൻ ഉള്ളത് എന്നാ പറയാം. അപ്പോൾ വടപത്രശായി എന്നാണ് ആ ക്ഷേത്രത്തിന് പ്രതിഷ്ഠയുടെ പേര്. ഭഗവാനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. എനിക്ക് ഭർത്താവായിട്ട് ഒരാളെ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത് ശ്രീരംഗനാഥനെയാണ്. അപ്പോൾ ശ്രീരംഗനാഥൻ്റെ ഭാര്യയായിട്ടാണ് അമ്മയെ നമ്മൾ കണക്കാക്കുന്നത്. അമ്മ ഭഗവാന്റെ പത്നിമാരിൽ ഒരാളാണ്. ആ പത്നിയുടെ അവതാരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്രീവില്ലിപുത്തൂരിൽ വടപത്രശായിയായിട്ട് ഭഗവാനും ഗോദാദേവിയായിട്ട് അമ്മയും വാണരുളുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ തന്നെ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നതാണ് അമ്മ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഇതിനിടയ്ക്ക് അമ്മ നിരവധി കവിതകൾ എഴുതി. കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഭക്തിപ്രസ്ഥാനത്തിൽ എന്നും പ്രസിദ്ധമായിട്ടുള്ള 4000 ദിവ്യപ്രബന്ധങ്ങളിൽ ഉൾപ്പെട്ട രചനകൾ അമ്മയുടേതുണ്ട്. അതിലൊന്നാണ് തിരുപ്പാവൈ. ഒരുപാട് പ്രസക്തി തിരുപ്പാവൈക്കുണ്ട്. ഇത് പാരായണം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ അവിടെ പാവൈവ്രതം എന്ന് പറയുന്നത് നമ്മൾ തിരുവാതിര നോൽക്കുമല്ലോ. തിരുവാതിര വ്രതമെടുത്ത് രാവിലെ കുളിച്ച് അങ്ങനെ നോൽക്കുമല്ലോ. അതേപോലെ തന്നെയാണ് ആണ്ടാളമ്മയുടെ ഈ തിരുപ്പാവൈ പറയുന്നത്. തിരുപ്പാവയിൽ ഗോപസ്ത്രീകളെ വിളിച്ചുണർത്തുക, എന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഭഗവാന് ഭർത്താവായി കിട്ടാൻ വേണ്ടിയാണ് പാവൈ വ്രതം നോക്കുന്നത്. ഈ വ്രതം നോറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. ലോകർക്ക് തന്നെ വളരെ ഗുണമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള അതിലെന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ തിരുപ്പാവൈ എന്ന് പറയുന്ന മഹത്തായ കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അതിൻ്റെ നമ്മൾ പെട്ടെന്ന് കാണുന്ന അർത്ഥവും അന്തരാർത്ഥം അതിലും ഭയങ്കരമാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ എങ്ങനെ ലയിച്ചു ചേരണം എന്ന് പറയുന്ന ഒരു മധുര ഭക്തിയുടെ എലമെൻ്റാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് വർണ്ണിക്കാനൊക്കെ പറയാവുന്നതിലൊക്കെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ഗഹനമായിട്ടുള്ള ആശയങ്ങളുള്ളതാണ്. പക്ഷേ നമ്മൾ സ്ത്രീകൾ എന്നുള്ള നിലയിൽ കൃഷ്ണനോടുള്ള പരമഭക്തി നിറഞ്ഞ ഒരു കൃതിയായിട്ട് നമ്മൾ അതിനെ കാണുകയും അതിലെ വളരെ ചെറിയൊരു ഭാഗം, ഒരു ഡ്രോപ്പ് എന്ന് കൂടി പറയാൻ പറ്റുമോ, അത്ര ചെറുതായി എടുത്ത് നമ്മൾ നമ്മുടെ കൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ രചനയിൽ അത് ഉൾപ്പെടുത്തി നമ്മൾ സവിനയം ഭക്തിപൂർവ്വം നമ്മളത് അവതരിപ്പിക്കുകയാണ്. ആ സന്തോഷം നമുക്കുണ്ടത് ഭഗവാൻ മനോഹരമാക്കി തരട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, രാജേച്ചി, ഈ പാട്ടുകൾക്ക് വേണ്ട സ്റ്റെപ്പുകൾ? അപ്പോൾ പാട്ട് നമുക്ക് സാധാരണ ഇതിൽ റെക്കോർഡ് ചെയ്ത് കിട്ടാറില്ലല്ലോ. അതെ. അപ്പോൾ ഞാൻ ആദ്യം പാട്ട് ഇങ്ങനെ ബഹുമാഷ് പാടിയത് കേൾക്കും.
ബാബുമാഷ് പാടിയത് കേട്ടിട്ട് ഞാൻ അതിന് ഒരു താളം ആദ്യം കണ്ടെത്തി. ആ താളം കണ്ടെത്തി അപ്പൊ ഞാൻ എഴുതുന്ന വരികൾക്ക് രാജിച്ച് ഓരോ സ്റ്റെപ്പുകളും കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് രാജിച്ച് ഇത് പ്ലാൻ ചെയ്യാറുള്ളത്? ഇന്നതിന് ഇന്ന സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്യാറേ ഇല്ല. അത് പക്ഷെ നാച്ചുറൽ ആയിട്ട് ചിലപ്പം നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ ആടി പാടി എന്ന് പറയുന്നിടത്ത് അത്തരത്തിലുള്ള സ്റ്റെപ്പ് വരാറുണ്ട് എപ്പോഴും എപ്പോഴും അങ്ങനെ വരാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ ചിലപ്പോ മുന്നേ ശരിക്കും നമ്മൾ സ്റ്റെപ്പും രാജിച്ച് സ്റ്റെപ്പ് പറഞ്ഞു തരും. അതെ, രാജിച്ച് സ്റ്റെപ്പ് പറഞ്ഞത് നമ്മള് സ്റ്റെപ്പൊക്കെ സെറ്റ് ആക്കി സ്റ്റെപ്പ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാല് പിന്നെയും റെക്കോർഡ് ചെയ്ത് വരിക. അതെ, ട്യൂണിനാണ് ചിലപ്പോൾ പോലുള്ള സ്റ്റെപ്പുകളാണ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും സ്റ്റെപ്പ് നമ്മൾ മുൻകൂട്ടി രാജിച്ച് പുതുതായിട്ടൊരു സ്റ്റെപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നമ്മൾ പാട്ട് എഴുതാറുള്ളത്. പക്ഷെ ആ പുതിയതായി എഴുതി വരുന്ന പാട്ടിന്റെ വരികൾക്കും ട്യൂണിനും അനുസരിച്ച് ഒരു സ്റ്റെപ്പായിട്ട് അത് മാറാറുണ്ട് അല്ലേ? എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ മാത്രമാണ് ഇതെല്ലാം എങ്ങനെ വേണം എന്നുള്ളത് ഗുരുവായൂരപ്പൻ തീരുമാനിക്കും ഏത് ലൈനിന് ഏത് സ്റ്റെപ്പ് വേണം. അതെ, ഗുരുവായൂരപ്പൻ ഏത് വരികൾ എഴുതപ്പെടണം എന്നുള്ളത് ഭഗവാൻ തീരുമാനിക്കുന്നു. ആ വരികൾ ഇങ്ങോട്ട് വന്നാല് അതിൽ ഏത് വരിക്ക് ഏത് സ്റ്റെപ്പ് വേണമെന്നും ഭഗവാൻ നമ്മൾ വെറും ട്യൂൺ വെച്ചിട്ടൊന്ന് ഇട്ട് നോക്കും. പക്ഷെ വരികൾ വരുമ്പോൾ പാട്ടും ട്യൂണും വരുന്ന സമയത്ത് റെക്കോർഡിംഗ് കഴിഞ്ഞ് നമ്മൾ അവിടെ ആർട്ടിസ്റ്റുകൾ അതിന് പക്കവാദ്യം വായിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? അതൊരു വല്ലാത്ത ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് എപ്പോഴും തോന്നാറില്ല. എല്ലാ വർഷങ്ങളിലും അവതരിപ്പിക്കുന്ന പോലെ നമ്മുടെ ചെറാട്ടുവഴി കൃഷ്ണന്റെ അടുത്തായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് നമുക്കുണ്ടായ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില മരണങ്ങളെല്ലാം കാരണം നമുക്ക് അത് സാധിച്ചില്ല. പക്ഷെ ഇത്തവണ ഭഗവാന്റെ നിശ്ചയം ഞാനും മഹാദേവനും രണ്ടല്ല ഒന്നാണ് എന്നാണ്. അപ്പോൾ ഇത്തവണ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത് മണ്ണൂർ ശിവക്ഷേത്രത്തിൽ ഭഗവാന് മുമ്പിലാണെന്നാണ്. അപ്പോൾ മണ്ണൂരപ്പന് മുന്നിലാണ് നമ്മൾ ഇത്തവണ ആദ്യമായിട്ട് നമ്മുടെ തിരുപ്പാവൈ അവതരിപ്പിക്കുന്നത്. തിരുപ്പാവയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഭഗവാന്റെ മുമ്പിലാണ്. അതിനുശേഷം നമ്മൾ ഇനി നിരവധി രീതികളിൽ അത് അവതരിപ്പിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ തിരുപ്പാവയുടെ ആദ്യ സ്റ്റേജ് നമ്മൾ മണ്ണൂര് 13-ാം തീയതി 6 മണിക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പം നാളെ അതിനുള്ള പ്രാക്ടീസ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കൂടുതൽ പെർഫെക്ഷൻ ആക്കാൻ വേണ്ടി നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മൾ നാളെ ഭഗവാന് മുന്നിൽ അത് കളിച്ച് സമർപ്പിക്കുന്നു. ആണ്ടാളമ്മയുടെയും തേവരുടെയും അതുപോലെ തന്നെ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെയും ശ്രീവില്ലിപുത്തൂരിലാണ് അമ്മ ജനിച്ചത്. അപ്പോൾ അവിടെ വടപത്രശായി ആയിട്ടുള്ള ഭഗവാന്റെ പരമഭക്തയായിരുന്നു അമ്മ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഭഗവാന്റെയൊക്കെ അനുഗ്രഹം നമുക്ക് നിറഞ്ഞ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ പ്രവർത്തിക്കാം. ഒപ്പം നമ്മുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ട് പാട്ട് കേട്ട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇതാണ്: ഞങ്ങളെ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്നും ഒരുപാട് രചനകൾ നടത്താനും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ലാസ്യധ്വനി മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹമൊക്കെ നമുക്ക് വേണം. അതൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നമുക്ക് അവരോട് കൂടി അഭ്യർത്ഥിക്കാം അല്ലേ? എല്ലാം കൃഷ്ണഹിതം. ഹരേ കൃഷ്ണ.